മതി കുളിച്ചത് വാ. ഇന്ന് നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടെ കാണിക്കുന്നേ. ഫുൾ ക്ലീനിങ് ഡേ ആണ് കേട്ടോ ഇന്ന് വരുന്നത്. നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. അതിന്റെ കൂടുതൽ ക്രാഫ്റ്റ് ചെയ്തായിരുന്നു, പക്ഷേ ഇന്ന് ഫുൾ ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട് അവിടെയൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് പല സ്ഥലത്തും ഇതുള്ള പെട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് പെട്ടികളൊക്കെ എടുത്ത് മാറ്റി പുറത്താക്കാം, ഇന്ന് ഹാളിൽ നിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ആദ്യം ഹാള് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചിട്ടോ. കാശിക്കുട്ടിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഫുഡൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയേക്കുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ ക്ലീനിങ് തുടങ്ങിട്ടോ. ഹാളൊക്കെ ആദ്യം അടിച്ചു വാരിട്ടോ. പിന്നെ ഈ പെട്ടി ഉണ്ടല്ലോ, ഇതിനകത്ത് കുറെ ക്രാഫ്റ്റ് സാധനങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം സൗദിയിൽ വന്നപ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ വിചാരിച്ചത് മോളിൽ കൊണ്ട് വെക്കാന്ന് വിചാരിച്ചേ. അങ്ങനെ ഇതൊക്കെ കുന്തി കൊണ്ടുപോയി തന്നെ മോളിൽ കയറ്റിട്ടോ, എങ്ങനെയൊക്കെ പൊക്കി കയറ്റിട്ടോ. പിന്നെ ഈ ടെടിയൊക്കെ നമുക്ക് ചുമ്മാ കിട്ടിയതാണ് കേട്ടോ ഈ കൊല്ലം. അപ്പോ നമ്മളെ മാറ്റൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടോ. കാശിക്കൊണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് മാറ്റൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പൊക്കത്ത് കയറിട്ടാണ്ട് ഇരിക്കുക. കളിക്കാൻ നേരത്ത് താഴെ ഇരിക്കും. പിന്നെ അവിടെ സ്ലൈമും പൊടിയൊക്കെ ആക്കിയിട്ട് അത് മാറ്റൂട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് കുടഞ്ഞ് വിരിച്ചിട്ടോ. ഈ പെട്ടി സാധനങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊണ്ടുപോയി വെച്ച്. പിന്നെ ഇവിടെ ക്ലീൻ ആക്കി വന്നപ്പോഴേക്കും ഒരു നേരമായിട്ടോ. കുറെ സാധനങ്ങൾ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ക്ലീൻ ആക്കി വന്നപ്പോൾ ഹാള് കാണാൻ നല്ല ഭംഗിയായിട്ടോ. അപ്പൊ ഇതുപോലെ എപ്പോഴും കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കൂട്ടോ. പക്ഷേ എങ്കിലും അത് നടക്കില്ല കേട്ടോ. കാച്ചുകൂടെ എന്തെങ്കിലും കളിച്ചാൽ അങ്ങാട് കിടക്കെ മാറ്റിയിടുവേ. പിന്നെ പെട്ടി സാധനങ്ങളൊക്കെ കൊണ്ട് പുറത്ത് മാറ്റി. നമ്മുടെ കിച്ചൺ ഈ ഒരു സ്ഥലത്ത് തന്നെ ഒരു കുഞ്ഞു കിച്ചൺ ആണ് കേട്ടോ നമ്മുടേത്. അപ്പൊ ഈ ഒരു ഭാഗത്താണ് ഞാൻ ഇതുപോലെ നമ്മുടെ പയറ്, കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്. അടുക്കളയിൽ അങ്ങനെ അധികം സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അവിടെ അടുക്കളയിൽ എങ്ങനെയെങ്കിലും കൊള്ളിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ടോ. പിന്നെ ഞാൻ ഫ്രിഡ്ജിന്റെ സൈഡിൽ സ്ഥലം ഉണ്ടാക്കി, ഗ്യാപ്പ് ഉണ്ടാക്കി ഈ ഒരു സ്റ്റാൻഡ് അതിനകത്തേക്ക് എന്നെ കയറ്റി വെച്ചിട്ടോ. ഇപ്പൊ അത് അവിടെ കറക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അവിടെയുള്ള വേറെ സാധനങ്ങളൊക്കെ ഇനി എടുത്ത് മാറ്റിട്ടോ. പിന്നെ ഈ ഒരു കുഞ്ഞു ടേബിൾ ഉണ്ടല്ലോ, അത് ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ എടുത്ത് വെച്ചിട്ടോ. അങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടിരുന്നപ്പോഴാണ് പിന്നെ ഇനി മുറി ക്ലീൻ ആക്കണമല്ലോ എന്ന് ഓർത്തിട്ടോ. അതിനിടയ്ക്ക് ഞാൻ എടുത്തിട്ട് പോയി മുറി പോയി കുറച്ചു നേരം പാട്ട് പാടി തന്നെത്താനെ ഡാൻസ് കളിച്ചിട്ടോ. റിലാക്സേഷൻ, നമ്മൾ പണിയെടുത്താൽ മാത്രം പോലല്ലോ, എടുത്ത് എൻജോയ് ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ പോയി അടിച്ചു വാരി കൂട്ടിട്ടിരുന്ന സാധനങ്ങളൊക്കെ വാരി കളഞ്ഞിട്ടോ. ഇപ്പൊ ഞാൻ എടുത്ത് കളഞ്ഞത് കാശിക്കൊണ്ട് കഴിഞ്ഞ കൊല്ലം മേടിച്ച വീടിന്റെ ഒരു കഷ്ടമാണ് കേട്ടോ. കാശ് അത് മുറിയിൽ ഇങ്ങനെ വാരി വലിച്ചിരുന്നോണ്ട് ശല്യമായിട്ട് ഞാൻ ഒടിച്ചു തൂക്കി മടക്കി വെച്ചിരുന്നതാണ്. ഇന്ന് ഞാൻ കൊണ്ടുപോയത് പുറത്ത് കളഞ്ഞിട്ടോ. പിന്നെ റൂം ക്ലീൻ ചെയ്തു. ബെഡൊക്കെ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ വിരിച്ചിടും കേട്ടോ. കാശിക്കൊണ്ട് മുറിയിൽ കുറെ തുണി മടക്കാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ മടക്കിയിടണം. അതിന് മുമ്പ് കുറെ തുണി അലക്കാനുണ്ട് കേട്ടോ. അപ്പൊ അലക്കാനിട്ട ശേഷം തുണി മടക്കാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഹോളിൽ വന്ന് നോക്കിയപ്പോ ഹോളൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ അതിന്റെ വിധം മാറും. അങ്ങനെ ഞാൻ പോയി തുണി അലക്കാനിട്ടതൊക്കെ അലക്കാൻ ഇന്നലെ ഇട്ടതാണ് വിരിച്ച് രാത്രി. അന്നേരം കൊണ്ടുപോയി അതൊക്കെ വിരിച്ചിട്ടിട്ടോ. വിരിച്ചിട്ട് പിന്നെ തുണി മടക്കാന്ന് വിചാരിച്ചിട്ടോ. കുറെ തുണി മടക്കാനുണ്ടായിട്ടോ. അങ്ങനെ തുണിയൊക്കെ മടക്കി ഓരോരോ ബോക്സിലാക്കി വെച്ചിട്ടോ. പിന്നെ ഒരു മോതിരം ഉണ്ടാക്കിട്ടോ. അത് നമ്മുടെ ക്രാഫ്റ്റ് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മുടെ വ്ളോഗ് ചാനലാണ് കേട്ടോ. പിന്നെ കുറെ പാത്രങ്ങളൊക്കെ ഞാൻ ഉണ്ടായി. ആ പാത്രം ഏതോ ഒരു സിനിമ കണ്ട് തീർത്തു കേട്ടോ. സിനിമ അല്ല, പാത്രം കഴി തീർത്തു, സിനിമ കണ്ട് തീർത്തിട്ടില്ല. അപ്പൊ അത്രയോളം ചേച്ചി ബൈ.